വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനാണ്. അതായത് ഉപ്പുമുളകിൽ നിന്ന് ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം പടിയിറങ്ങിക്കഴിഞ്ഞാൽ, ചക്കപ്പഴം സീസൺ 3 വന്ന് ശ്രീകുമാർ ഉപ്പുമുളകിൽ നിന്ന് പടിയിറങ്ങിക്കഴിഞ്ഞാൽ ഉപ്പുമുളകിൽ പിന്നെ മേജറായിട്ടുള്ള കഥാപാത്രങ്ങളെന്ന് പറയാൻ ബാലുവും നീലുവും 4 പിള്ളേർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പുമുളകിൽ വരാൻ പോകുന്ന ഒരു വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം പോയി കഴിഞ്ഞാൽ ഉപ്പുമുളകിൽ വരാൻ പോകുന്ന ഒരു വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ബാലുവും നീലുവും പോലെ തന്നെ ഇപ്പോൾ ഒരു കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ ഒരു മെയിൻ ലീഡ് തന്നെയാണ് ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം. അപ്പോൾ ആ ഒരു കഥാപാത്രം പോയി കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിൻ്റെ പകരമായിട്ട് വേറൊരു കേന്ദ്ര കഥാപാത്രത്തെ കൊണ്ടുവരും. അതാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു റീ എൻട്രി തന്നെയാണ്. നമ്മൾ ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് സീസൺ 2 തന്നെ കാത്തിരുന്ന ഒരു ക്യാരക്ടറാണ് സിദ്ധു. ആ ഒരു ക്യാരക്ടർ സീസൺ 3 ആരംഭിച്ചും 1 മാസം പിന്നിട്ട ശേഷവും ആ ഒരു കഥാപാത്രത്തെ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ അതിനു വേണ്ടിയായിരിക്കും മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രി. അതായത് ഇപ്പോൾ സിദ്ധു എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്ക്രീൻ സ്പേസിൻ്റെ പ്രശ്നം ഉണ്ടാകും. അതായത് ഡെയിൻ ഡേവിസാണ് ഒരു കഥാപാത്രം ചെയ്യുന്നത്. അപ്പോൾ ഉപ്പുമുളകിൽ ഒരു എപ്പിസോഡ് തന്നെ ഡെയിൻ ഡേവിസും ബിജു സോപാലൻ ചേട്ടനും ശ്രീകുമാറും അങ്ങനെ എല്ലാ മേജർ കഥാപാത്രങ്ങളാകുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഈക്വലായിട്ടുള്ള സ്ക്രീൻ സ്പേസ് കൊടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകൾ വെച്ച് പീസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ശ്രീകുമാർ, അതായത് നമ്മുടെ ശ്രീകുട്ടൻ ഉപ്പുമുളകിൽ നിന്ന് പടിയിറങ്ങി കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ സിദ്ധു എന്നൊരു കഥാപാത്രത്തെ അവർ കൊണ്ടുവരാൻ പോകുന്നത്. അത് ഉപ്പുമുളകിൻ്റെ ഒരു രീതി തന്നെയാണ്. ഒരു കേന്ദ്ര കഥാപാത്രം പോകുമ്പോൾ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ കൊണ്ടുവരുന്നത് എന്നുള്ളത് അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. സീസൺ 2 അതങ്ങനെ ഉണ്ടായിരുന്നു. മുടിയൻ പോയപ്പോൾ വേറെ 3 കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് ഇമ്പോർട്ടൻറ്റ് റോൾസൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അവരും പോയപ്പോഴാണ് സീസൺ 3 ശ്രീകുട്ടനെ കൊണ്ടുവന്നത്. ഇനി ശ്രീകുട്ടൻ പോകുമ്പോഴായിരിക്കും സിദ്ധു എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവരാൻ പോകുന്നത്. ഏതായാലും നമ്മുടെ രീതിക്കായിട്ട് ചക്കപ്പഴം സീസൺ 3 എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്, എപ്പോഴാണ് ശ്രീകുട്ടൻ ഉപ്പുമുളകിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പോകുന്നതൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇതുവരെ ചക്കപ്പഴം സീസൺ 3 യാതൊരു അപ്ഡേറ്റോ യാതൊരു സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മൂവോ ഒന്നും തന്നെ ചാനലിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകുമോ എന്നുള്ളത് പോലും ഡൗട്ടാണ്. ഏതായാലും ഇപ്പോൾ പുതിയ സീരീസുകളൊക്കെ, അതായത് സിറ്റ്കോമുകൾ പഴയ ഇതൊക്കെ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൂസു തുടങ്ങി, ഉപ്പുമുളകും തുടങ്ങി. ഇനി അടുത്ത് തുടങ്ങാൻ പോകുന്നത് ചക്കപ്പഴം തന്നെയായിരിക്കും. ഓൾമോസ്റ്റ് ഒരു ഒക്ടോബർ നവംബർ ആ മാസങ്ങളിലായിട്ട് ആ ഒരു പരിപാടിയും കൂടി തുടങ്ങുന്നതായിരിക്കും. അപ്പോഴായിരിക്കും സിദ്ധു എന്നൊരു കഥാപാത്രം, അതായത് ശ്രീകുട്ടൻ പോയാലായിരിക്കും സിദ്ധു എന്നൊരു കഥാപാത്രം തിരിച്ചു വരിക. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു നവംബർ ഡിസംബറിലായിട്ടായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അതിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ, അതായത് ചക്കപ്പഴം സീസൺ 3 തുടങ്ങാതെ പോവുകയും ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ മുകളിൽ തന്നെ നിൽക്കാൻ പോവുകയുമാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ സിദ്ധു എന്നൊരു കഥാപാത്രം വരുമ്പോൾ ഒരു നല്ലൊരു സിറ്റുവേഷനിലായിട്ടൊക്കെ സിദ്ധു എന്നൊരു കഥാപാത്രം വരും. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധു എന്നൊരു കഥാപാത്രം വന്നു കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ മുകളിൽ ഉണ്ടാകുമോ, അതായത് കണ്ടിന്യൂസ് ക്യാരക്ടറായിട്ട് ത്രൂ ഔട്ട് ഉപ്പുമുളകും സീസൺ 3 ഫുള്ളായിട്ട് ഉണ്ടാകുമോ എന്ന രീതിക്ക് അത് പറയാൻ പറ്റത്തില്ല. അത് മാക്സിമം ഉണ്ടാവത്തില്ല. കാരണം ഡെയിൻ ഡേവിസ് ആണ് ആ ഒരു കഥാപാത്രം ചെയ്യുന്നതെങ്കിൽ ഒരു ക്യാമിയോ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി. എപ്പോഴെങ്കിലും ഒരു എപ്പിസോഡ് 2 എപ്പിസോഡായിട്ട് വന്നു പോകുന്ന പോലത്തെ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി. അതൊരു പുതുമുഖ ആർട്ടിസ്റ്റോ വേറെ വല്ല ആർട്ടിസ്റ്റോ ആണെങ്കിൽ അവരുടെ ഡേറ്റ് അനുസരിച്ചായിരിക്കും അവർ ആ ഒരു റീ എൻട്രി ഒക്കെ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഏതായാലും ഒരു ത്രൂ ഔട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആവാൻ ചാൻസസ് ഇല്ല. ഏതായാലും നിങ്ങൾ ആ ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.